الحمد لله الذي نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم وإياي أولا بنفسي بتقوى الله. وقد قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال الله أيضا: بسم الله الرحمن الرحيم. ولكل أمة جعلنا منسكا ليذكروا اسم الله على ما رزقهم من بهيمة الأنعام فإلهكم إله واحد فله أسلموا وبشر المخبتين الذين إذا ذكر الله وجلت قلوبهم والصابرين على ما أصابهم والمقيم الصلاة ومما رزقناهم ينفقون. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും ജീവിതത്തെ പ്രകാരം അല്ലാഹുവിനെ സമർപ്പിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി ജീവിക്കുകയും ജീവിതയാത്രയിൽ എപ്പോഴാണെന്നറിയാത്ത മരണം നമ്മളോടൊപ്പം ഉണ്ട് എന്നതായിരിക്കണം ഏറ്റവും വലിയ ഓർമ്മ. ആ മരണമാകുന്ന യാഥാർത്ഥ്യം എപ്പോഴാണ് നമ്മൾ ഓരോരുത്തരെയും കണ്ടുമുട്ടുന്നത്, അതൊരു യഥാർത്ഥ മുസൽമാന്റെ മരണമാക്കി തീർക്കുവാനുള്ള പരിശ്രമം. ഇവയെല്ലാം കൂടിച്ചേർന്നതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഏകനായ റബ്ബ് അവനാണ് നമ്മുടെ സാക്ഷാൽ ആരാധ്യൻ. അവൻ മാത്രമാണ് നമുക്ക് ആരാധനയ്ക്ക് അർഹനായിട്ടുള്ളത്. ആ വിശ്വാസത്തെ ഏത് ത്യാഗസന്നദ്ധതയിലും എത്ര തീക്ഷ്ണമായ പരീക്ഷണത്തിലും എത്രമേൽ പ്രതികൂലമായ അവസ്ഥാന്തരങ്ങളിലും ആ നാഥന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന
പ്രഖ്യാപനമാണ് ഒരു വിശ്വാസി തന്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്ന എല്ലാ ആരാധനാകർമ്മങ്ങളിലൂടെയും അവൻ ഉദ്ഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ആരാധനാകർമ്മങ്ങൾ അവന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇസ്ലാം ആ പ്രഖ്യാപനത്തിന്റെ ഏറ്റവും വലിയൊരു പ്രതീകമായി, ഒരു വലിയ പ്രകടനമായി നമ്മെ കൊണ്ട് ചെയ്യിക്കുന്ന മഹത്തായ ഒരു കർമ്മമാണ് ബലി എന്ന് പറയുന്ന കർമ്മം. ഉദ്ഹിയ്യത്ത് എന്നോ നുസുക്ക് എന്നോ എല്ലാം അറബി ഭാഷയിൽ പറയപ്പെടുന്ന ആ കർമ്മം നമുക്ക് സുപരിചിതമാണ്. നമ്മൾ അതിൻ്റെ ബാഹ്യമായ രൂപങ്ങളും സമയവും അതിനു വേണ്ട ഒരുക്കങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക എന്നതുമൊക്കെ നാം ഏവർക്കും സുപരിചിതമായ കാര്യങ്ങളാണ്. എന്നാൽ ഏതൊരു കർമ്മവും എനിക്ക് തോന്നുന്നു ആ കർമ്മങ്ങളിൽ എല്ലാറ്റിലും ഒരല്പം ഉപരിയായി ഇസ്ലാമിൽ ആ ഒരു കർമ്മം ഒരു വിശ്വാസിനിയെ സംബന്ധിച്ചിടത്തോളം മനസ്സുകൊണ്ട് അവർ പുതുക്കുന്ന വലിയൊരു പ്രതിജ്ഞയുടെ പ്രതീകാത്മകമായിട്ടാണ് ആ കർമ്മം നടക്കുന്നത് അല്ലെങ്കിൽ നടക്കേണ്ടത്. ഇസ്ലാം വിമർശകരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ വിമർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ അവർ അവരുടെ വിമർശനത്തിന്റെ മുന തിരിച്ചു വെച്ചിരിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഇസ്ലാമിലെ ബലികർമ്മം. ബലികർമ്മത്തെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ അത് മുൻകഴിഞ്ഞു പോയ വേദങ്ങൾ എന്ന് പറയുന്ന വേദങ്ങളിലും ഭാരതീയ ദർശനങ്ങൾ എന്ന് പറയുന്ന ദർശനങ്ങളിലും എല്ലാം നമുക്ക് ആ കർമ്മം കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോ ദശരഥ മഹാരാജാവ് അദ്ദേഹത്തിന്റെ യാഗത്തിനു വേണ്ടി ഒരു പക്ഷേ ഹൈന്ദവ വിശ്വാസപ്രകാരം ദൈവമാണ് എന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ അധികാര കസേരകൾക്ക് വേണ്ടി ആവശ്യത്തിലേറെ സ്ഥാനം കൊടുത്തുകൊണ്ടിരിക്കുന്ന 300-ലേറെ പശുക്കളെയാണ് അദ്ദേഹം വധിച്ച് യാഗം നടത്തിയത് എന്ന് നമുക്ക് വേദങ്ങളിൽ വായിക്കാൻ കഴിയും. അതുപോലെ തന്നെ എല്ലാ വേദഗ്രന്ഥങ്ങളിലും ബൈബിളിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള മുൻ വേദഗ്രന്ഥങ്ങളിലെല്ലാം മുൻ സമുദായങ്ങളിലെല്ലാം ബലികർമ്മം എന്ന് പറയുന്ന ഈ കർമ്മത്തിന്റെ വിവിധങ്ങളായ രൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ വിമർശകർക്കെന്നും പഥ്യമായി നിൽക്കുന്നത്, അവർക്കെന്നും ആവശ്യം വേണ്ടത് ഇസ്ലാം ആയതുകൊണ്ട് ഇസ്ലാമിലെ ബലികർമ്മം വലിയ ചർച്ചയാണ്, വലിയ വിമർശനമാണ്, അത് എന്തോ വലിയൊരു പാതകമായിട്ട് അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിർത്തപ്പെടുന്ന ഒരു രംഗമൊക്കെ നമുക്ക് സമകാലിക ലോകത്ത് പ്രത്യേകിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സത്യത്തിൽ ഇസ്ലാം ബലികർമ്മത്തെ പുണ്യമായി കാണുന്നത് ഉദ്ഹിയ്യത്തിലൂടെയാണെങ്കിലും ബലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അറവ് എന്ന് പറയുന്നത്
അനുവദനീയമായി നിശ്ചയിച്ചു കൊടുത്ത ഒരു മതമാണ്. കാരണം അത് അവയോടുള്ള കാരുണ്യത്തിൻ്റെയും ഒപ്പം മനുഷ്യ വംശത്തിൻ്റെ ശാരീരികമായ പ്രോട്ടീൻസിൻ്റെയും കാൽസ്യത്തിൻ്റെയും ഒക്കെ ഭാഗമായി അവന്റെ ഭക്ഷണത്തിൽ വന്നു ചേരേണ്ട വലിയ ഒരു ഓഹരിയെ അല്ലാഹു തആല നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത് മാംസാഹാരത്തിലായതുകൊണ്ട് ഇസ്ലാം അത് അനുവദനീയമായ മാർഗങ്ങളിലൂടെ അറുക്കപ്പെടുന്നത് നമുക്ക് ഭക്ഷിക്കുവാൻ വേണ്ടി അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു, അറുക്കുവാനുള്ള അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. ഇനി നമ്മൾ ആലോചിച്ചു നോക്കേണ്ടത് ഇസ്ലാമിലെ ബലി എന്തിനു വേണ്ടിയാണ്? നമുക്കറിയാം, അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും കുടുംബത്തിന്റെയും ചരിത്ര പശ്ചാത്തലത്തിലാണ്. ഞാൻ അവിടേക്ക് പോകുന്നില്ല. അത് വലിയൊരു സമർപ്പണത്തിന്റെ പാഠം ലോകത്തിന്റെ മുന്നിൽ പകർന്നു നൽകിയതാണ്. സൃഷ്ടാവായ നാഥനേക്കാൾ തനിക്ക് സൃഷ്ടിയായ ഒന്നിനോടും ഇഷ്ടമില്ല, അവന്റെ പ്രീതിക്ക് യാതൊന്നും തടസ്സമല്ല എന്ന വലിയ ഒരു പ്രഖ്യാപനത്തെ ലോകത്തിന്റെ മുന്നിലേക്ക് മഹാനായ ഒരു പ്രവാചക ജീവിതത്തിലൂടെ ഉയർത്തിക്കാട്ടുകയാണ് ഇസ്ലാം ബലികർമ്മത്തിലൂടെ നിർവഹിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. സന്താനം എന്ന് പറയുന്നത് എല്ലാവരുടെയും അദമ്യമായ ആഗ്രഹമായതുകൊണ്ട് അതിൽ പ്രവാചകന്മാരും ആ ആഗ്രഹത്തിന്റെ ഭാഗവാക്കുകളായതുകൊണ്ട് ലഭിക്കപ്പെടാതെ പോയ ഒരു സന്താനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പും പ്രാർത്ഥനയും പ്രവർത്തനവുമായി മുന്നോട്ട് പോയ ഒരു കുടുംബത്തിന് ലഭിച്ച ആ സന്താനത്തെ പരീക്ഷണ വിധേയമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്ന ദർശനത്തിലൂടെ നൽകുന്ന സൃഷ്ടാവിനെ ആയിരിക്കുമോ നമ്മൾ കൂടുതൽ വഴിപ്പെടുക? അതല്ല ഭൗതികമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിഭവങ്ങളെ ആയിരിക്കുമോ, അനുഗ്രഹങ്ങളെ ആയിരിക്കുമോ നമ്മൾ കൂടുതലായി സ്നേഹിക്കുക എന്ന വലിയ ഒരു പരീക്ഷണത്തിന്റെ ആ പരീക്ഷണത്തിൽ വിജയിച്ചതിന്റെ പാഠം പ്രഖ്യാപിക്കുന്ന ഒരു പ്രഘോഷണമാണ്, അല്ലെങ്കിൽ ഒരു പ്രതീകാത്മകമായ പ്രവർത്തനമാണ് ഇസ്ലാമിൽ ബലി എന്ന് നമുക്കറിയാം. ആ ബലികർമ്മം നിർവഹിച്ച ചരിത്രം ഇസ്ലാമിക സമൂഹത്തിൽ, മുസ്ലിം സമുദായത്തിൽ നാളിതുവരെ നമ്മൾ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്താൽ ദൈവികമായ പ്രീതിക്ക് മുന്നിൽ ഈ ഭൗതികമായ യാതൊന്നും തടസ്സമല്ല എന്ന് പ്രഖ്യാപിച്ച ഒരു നീണ്ട നിരയെ നമുക്ക് വായിക്കാൻ കഴിയും. പൗരാണിക കാലത്ത് നമുക്ക് വായിക്കാൻ കഴിയും, ആധുനിക കാലത്തും വായിക്കാൻ കഴിയും. അല്ലെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഹൻസായിന്റെ ചരിത്രം നമ്മൾ പറയാറുണ്ട്. ഖാദിസിയ യുദ്ധത്തിൽ 4 സന്താനങ്ങളെയും ഇസ്ലാമിന് വേണ്ടി പറഞ്ഞയച്ച ഒരു ഉമ്മയുടെ ചരിത്രമാണത്. അൽഹംദുലില്ലാഹില്ലദീ ശറഫനി ബിഖത്ലിഹിം, എന്റെ പൊന്നോമന മക്കളുടെ ശഹാദത്ത് കൊണ്ട്, ഉദഹിയത്ത് കൊണ്ട്, ബലിയാർപ്പണം കൊണ്ട് എന്നെ ആദരിച്ച റബ്ബേ നിനക്കാകുന്നു സ്തുതി എന്ന് പറഞ്ഞ ഹൻസ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാ. എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്? ഉദഹിയത്താണ് അവർ അതിന് പാകപ്പെടുത്തിയത്, ബലിയാർപ്പണമാണ് അവരെ പാകപ്പെടുത്തിയത്. ഇസ്ലാമിലെ ബലി എന്താണ് എന്ന് ചോദിക്കുന്നതിന് ഉത്തരം നമ്മൾ അവിടെയാണ് വായിക്കേണ്ടത്. എന്റെ ജീവിതത്തിന്റെ ഒന്നും എനിക്ക് എന്റെ റബ്ബിന്റെ കൽപ്പനകൾക്ക് മുന്നിൽ തടസ്സമാകില്ല എന്ന പ്രഖ്യാപനമാണ്. അവിടെ നിന്ന് നമ്മൾ പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടന്നു വരുമ്പോൾ ബാനു ബീവി ഉമ്മയെയാണ് നമ്മൾ വായിക്കുന്നത്. മൗലാന മുഹമ്മദ് അലിയുടെയും ഷൗക്കത്ത് അലിയുടെയും ഉമ്മയായ ആ മഹദി, അവർ തന്റെ മക്കളെ ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അത് ഈമാനിന്റെ ഭാഗമായി കണ്ടുകൊണ്ട് ദൈവികമായ മാർഗത്തിൽ തന്റെ മക്കളെ സമർപ്പിക്കേണ്ടതുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് സമർപ്പിക്കാൻ
ആ ഉമ്മ തയ്യാറാകുന്ന ഒരു ചരിത്രം ആധുനിക വായനയിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഫലസ്തീനിന്റെ മണ്ണിൽ ഒരു പക്ഷേ ഒരുപാട് ഉമ്മമാർ അവരുടെ മക്കളെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരു പക്ഷേ മലയാളികൾ ഉള്ളതിനേക്കാൾ കൂടുതൽ, കേരളത്തിൽ മലയാളികൾ തിങ്ങി താമസിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു പ്രദേശത്ത് മലയാളികൾ താമസിക്കുന്നത് ദുബൈയിലെ ഒരു സിറ്റിയിൽ അല്ലെങ്കിൽ ദുബൈയിലെ ഒരു പ്രദേശത്തുമായിരിക്കുമെന്നൊക്കെ കണക്കുകൾ കൊണ്ട് പറയാറുള്ള എല്ലാ നാട്ടുകാരായിട്ടുള്ള ആളുകളും അവരവരുടെ ഭൗതികമായ നേട്ടങ്ങൾക്കും ഭൗതികമായ ജീവിത ആവശ്യങ്ങൾക്കും വേണ്ടി വിവിധ ലോകത്തിന്റെ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ പോകാതെ ഏറ്റവും ന്യൂനമായി പോകുന്ന ഒരു വിഭാഗമാണ് ഫലസ്തീനികൾ. അവരവരുടെ മണ്ണിൽ ജനിച്ച്, അവരുടെ മണ്ണിൽ അവർ വസിച്ച്, അവരുടെ മണ്ണിൽ അവർക്ക് എന്തോ ഒരു വലിയ അമാനത്ത് നിർവഹിക്കാനുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയിട്ട് ആ ബൈത്തുൽ മഖ്ദസിന് വേണ്ടി നിലകൊള്ളുന്ന ഫലസ്തീനികളെ അതിനെ പ്രേരിപ്പിക്കുന്ന ഘടകം വർഷാവർഷം ഞാനും നിങ്ങളും അറുത്തു പോകുന്ന ഈ ഉദ്ഹിയ്യത്തിന്റെ പ്രചോദനമാണ് പ്രിയപ്പെട്ടവര്. അങ്ങനെ പഠിക്കണം നമ്മൾ ഉദ്ഹിയ്യത്ത്, അങ്ങനെ പഠിക്കണം നമ്മൾ ഉദ്ഹിയ്യത്ത്. എനിക്കും നിങ്ങൾക്കും വളരെ സിമ്പിൾ ആയിരിക്കാം ഒരു പക്ഷേ, ഞാനും നിങ്ങൾ ഒരു ആചാരമായിട്ട് അത് വർഷങ്ങളായി മുടങ്ങാതെ അനുഷ്ഠിച്ചു വരുന്നവരായിരിക്കാം. പക്ഷെ ഉദ്ഹിയ്യത്ത് അതിനുള്ളതല്ല. ഉദ്ഹിയ്യത്ത് നമ്മുടെ ഇച്ഛകളെ മുഴുവൻ അള്ളാഹുവിന്റെ പ്രീതിക്ക് മുന്നിൽ തടസ്സമാകില്ല, ഞാൻ അറുത്തു മാറ്റും എന്ന് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമാണ് ആ പ്രതീകാത്മകമായ ബാഹ്യമായ ഉദ്ഹിയ്യത്ത് കൊണ്ട് നമ്മൾ ലോകത്തോട് വിളിച്ചു പറയുന്നത്. അതാണ് ഞാൻ ഓതി വെച്ച ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ. ഓരോ സമുദായങ്ങൾക്കും ഓരോ കർമ്മ മേഖലകളുണ്ട്, അല്ലെങ്കിൽ ഓരോ ബലികർമ്മ സമ്പ്രദായങ്ങളുണ്ട്. മൻസക്കി എന്ന് പറയുന്ന പദത്തിന് രണ്ടർത്ഥങ്ങളുള്ള പദമാണ്. ഓരോ ഉമ്മത്തിനും ഓരോ സമുദായങ്ങൾക്കും നാം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് ഓരോ കർമാനുഷ്ഠാന മേഖലകൾ, അല്ലെങ്കിൽ ഓരോ ബലികർമ്മം നിർവഹിക്കാനുള്ള അവസരങ്ങളും സന്ദർഭങ്ങളും മേഖലകളും ഓരോ ഉമ്മത്തിനും നാം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ട് ഉടനെ അല്ലാഹു തആല പറയുന്നത് എന്തിനാണ്? അല്ലാഹുവിന്റെ നാമം അവർ ജീവിതത്തിൽ സ്മരിക്കാൻ വേണ്ടിയാ. ആ ബലികർമ്മം നിർവഹിക്കുന്ന സമയത്ത് നമ്മൾ മുഴക്കുന്ന തക്ബീർ ജീവിതത്തിൽ അത് ഓർക്കാൻ വേണ്ടിയാണ്. അപ്പൊ മാത്രം നമ്മൾ ഓർക്കാൻ വേണ്ടിയോ, അപ്പോൾ മാത്രം നമുക്ക് ഉരുവിടാൻ വേണ്ടിയോ, അപ്പോൾ നമ്മൾ ഈണത്തിൽ ചെല്ലുന്നതിന് വേണ്ടിയോ അല്ല. അത് ജീവിതത്തിന്റെ ഓർമ്മയാണ്. അവരുടെ ശത്രുവാകുന്ന പിശാചിനെ അവർക്ക് പ്രതിരോധിക്കാനുള്ള, അവർക്ക് തടുത്തു നിർത്താനുള്ള ആ പിശാചാകുന്ന ശത്രുവിനെ അവർക്ക് ശത്രുപക്ഷത്ത് നിർത്തിയിട്ട് അള്ളാഹുവിനെ മിത്രമായി, അള്ളാഹുവിനെ തന്റെ ഇഷ്ടവാചനമായി, അള്ളാഹുവിനെ തന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവനായി തന്റെ മനസ്സിനോട് ചേർത്ത് വെക്കാനുള്ള ആ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഓരോ സമുദായങ്ങൾക്കും ഓരോ സമൂഹത്തിനും അല്ലാഹു തആല ബലികർമ്മമാകുന്ന ഈ ആചാരത്തെ അല്ലെങ്കിൽ ഈ അനുഷ്ഠാനത്തെ അല്ലാഹു തആല നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഉടനെ അല്ലാഹു തആല പറഞ്ഞു, അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. നാൽക്കാലികളിൽ നിന്നുള്ള തീർച്ചയായും അവർക്ക് നൽകിയ ആ മൃഗങ്ങളുടെ മേൽ അവരാ നാമം ഉച്ചരിച്ചുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ബിസ്മിക അല്ലാഹുമ്മ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ബിസ്മിക അല്ലാഹുമ്മ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അവരാ നാമം ഉച്ചരിച്ചുകൊണ്ട് ആ മൃഗത്തിന്റെ മേൽ ആ അറവ് നടത്തുമ്പോൾ, ആ ബലികർമ്മം നടത്തുമ്പോൾ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ ആ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയുള്ള മഹത്തായ ഒരു കർമ്മമാണ് അവരതിലൂടെ നിർവഹിക്കുന്നത് എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഫഇലാഹുകും ഇലാഹുൻ വാഹിദ്. ഏക ഇലാഹിന് വേണ്ടിയുള്ള സമർപ്പണമാണ്, ഇബ്രാഹിം നബിക്ക് വേണ്ടിയുള്ളതല്ല. പല സമുദായങ്ങളിലും പല മതവിഭാഗങ്ങളിലും ബലി എന്ന് പറയുന്നത് അത് പലർക്കും വേണ്ടിയാണ്, സൃഷ്ടികൾക്ക് വേണ്ടിയാണ്. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ നമ്മൾ ചെന്നാൽ കോഴിയെ കുരുതി കൊടുക്കും, അത് അവിടുത്തെ ദേവിക്ക് വേണ്ടിയാ. ഇത് ഇസ്ലാമിൽ അങ്ങനെയില്ല. ഇസ്ലാമിൽ ഇബ്രാഹിം നബിക്ക് വേണ്ടിയാണോ അല്ല, ഇസ്മായിൽ നബിക്ക് വേണ്ടിയാണോ അല്ല, ഹാജറിന് വേണ്ടിയാണോ അല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുടുംബത്തിനാണോ അല്ല. ആർക്ക് വേണ്ടിയാ? ഈ ലോകത്തിന്റെ ഏകനായ സൃഷ്ടാവിന് വേണ്ടി. ആ ഏകനായ സൃഷ്ടാവിന്റെ ഖലീല്
ഉറ്റ ചങ്ങാതിയായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെയാണ് അള്ളാഹുവിനെ സ്മരിച്ച് ജീവിതത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ പാലിച്ച് അവന് കീഴൊതുങ്ങേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിച്ചു തന്ന ആ ഏകനായ സൃഷ്ടാവിന് വേണ്ടി ഞാനിതാ എന്റെയും ജീവിതത്തിൽ ആ പ്രഖ്യാപനം നടത്തുന്നു എന്നാണ് ഒരു വിശ്വാസിയായ അടിമ, ആണാകട്ടെ പെണ്ണാകട്ടെ, ആ അടിമ നിർവഹിക്കുന്ന ബലികർമ്മത്തിലൂടെ നമ്മൾ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ബലികർമ്മമാണ് ഞാനും നിങ്ങൾ വർഷാവർഷം അനുഷ്ഠിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മാർത്ഥമായി പറ, അള്ളാഹുവിന്റെ കൽപ്പനകളെ നമുക്ക് പിന്നെ നിസ്സാരമായി കാണാൻ കഴിയും? അള്ളാഹുവിന്റെ ആജ്ഞകളെ നമുക്ക് നിസ്സാരവൽക്കരിക്കാൻ കഴിയുമോ? പടച്ച റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഹറാമുകളെ നമുക്ക് നിസ്സങ്കോചം നിർവഹിക്കാൻ കഴിയുമോ? വെറുതെ ഞാൻ എന്നോട് ചോദിക്കട്ടോ, ഞാൻ എന്നോട് ചോദിക്കാം. നമ്മള് ഓരോ മഹല്ലിലും എത്രയോ ആണ് ബലിയർത്തുകൊണ്ടിരിക്കുന്നത്, ഓരോ കുടുംബങ്ങളും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈ പ്രഖ്യാപനത്തിന്റെ ഒരു പ്രതിഫലനം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ടോ? അതിനുവേണ്ടിയാണ് അല്ലാഹു തആല ഇത് നിയമമാക്കിയത്. ഈ പ്രപഞ്ചത്തിന്റെ ഏകനായ സൃഷ്ടാവിനെ നിങ്ങൾ ആരാധ്യനായി സ്വീകരിച്ചിരിക്കുന്ന ആ സൃഷ്ടാവിന് വേണ്ടി അവന്റെ നാമം, അവന്റെ സ്മരണ, അവനെ കുറിച്ചുള്ള ഓർമ്മ അത് നിതാന്ത ജാഗ്രവത്തായി എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും എല്ലാ മേഖലകളിലും, സ്റ്റുഡൻസിന്റെ മേഖലയിൽ, ജോലിയെടുക്കുന്നവർക്ക് ജോലിയെടുക്കുന്നവരുടെ മേഖലയിൽ, കച്ചവടം ചെയ്യുന്നവർക്ക് കച്ചവടം ചെയ്യുന്ന മേഖലയിൽ, കുടുംബനാഥയായിട്ടുള്ള ഒരു പെണ്ണിനെ ആ മേഖലയിൽ, അങ്ങനെ ഓരോരുത്തരും അവരവരുടെ മേഖലയിൽ അവരവർക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള നിതാന്ത ജാഗ്രവത്തായ ഓർമ്മയോടുകൂടി, സ്മരണയോടുകൂടി അവനെ ഓർത്തു ജീവിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കർമ്മം വർഷാവർഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയിരിക്കുന്നത്. അങ്ങനെ നിർവഹിച്ചു പോകേണ്ട ഒരു കർമ്മത്തെയാണ് നമ്മൾ നിസാരവൽക്കരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ആത്മീയമായ വശങ്ങൾക്ക് തെല്ലും പ്രാധാന്യം കൊടുക്കാതെ അതിന്റെ ഭൗതികമായ വശങ്ങൾക്ക് മാത്രം നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് തിരിച്ചു പിടിക്കണം. ഞാൻ എല്ലാ വർഷവും ബലിയർക്കുന്ന ഒരുവനാണെങ്കിൽ, നമ്മൾ ഓരോരുത്തരും അതിൽ ഭാഗമാക്കാകുന്നവരാണെങ്കിൽ, നമ്മുടെ ബലികർമ്മം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തീർച്ചയായും നമുക്കതിനെ തിരിച്ചു പിടിക്കാൻ കഴിയണം. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ആ ഏകനായ ഇലാഹിന് വേണ്ടി നിങ്ങൾ എന്താകണം? ഫലഹു അസ്ലിമു, അവന് നിങ്ങൾ കീഴൊതുങ്ങണം, അവന് നിങ്ങൾ പൂർണ്ണമായും വഴിപ്പെടണം. ഫലഹു അസ്ലിമു, നിങ്ങൾ അവന് വേണ്ടി നിങ്ങൾ മുസ്ലിം ആകണം. അല്ലാത്തൊരു ബലികർമ്മം എന്തിനാ? നിങ്ങളുടെ ഏകനായ റബ്ബിന് കീഴൊതുങ്ങാനുള്ള പഠനമാണ്, പാഠമാണ്, ആ തിരിച്ചറിവാണ് ഒരു ബലികർമ്മത്തിലൂടെ ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത്. ആ റബ്ബിന്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങാനുള്ള ഒരു പാഠം, അങ്ങനത്തെ ഒരു തിരിച്ചറിവ് കിട്ടാത്ത ഒരു ബലികർമ്മത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ലല്ലോ. അപ്പൊ ആ പാഠമാണ് ഇസ്ലാം നമ്മളോട് പറയുന്നത്. ഫലഹു അസ്ലിമു, നിങ്ങൾ അവന് കീഴൊതുങ്ങണം. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് മുസ്ലിം ആകാൻ സാധിക്കണം. എന്നിട്ട് അല്ലാഹു തആല ആയത്തിൽ അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, വബശ്ശിരിൽ മുഖ്ബിതീൻ, വിനയാന്വിതരായ താഴ്മ കാണിക്കുന്നവരായ വിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. വിശ്വാസികൾ ആരാ? അവർ ഗർവ് കാണിക്കുന്നവരല്ല, അവർ കിബറിന്റെ വർത്തമാനം പറയുന്നവരല്ല, അവരെ ഭൗതികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവരല്ല. ഇന്ന് ഭൗതികതയ്ക്ക് പ്രാധാന്യം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പല മഹല്ലുകളും കോമ്പറ്റീവ്ഡ് ആയിട്ട് പറയുക, ഞങ്ങളുടെ മഹല്ലിൽ ഇത്ര ഉരുവിനാർത്തു, ഞങ്ങളുടെ മഹല്ലിൽ ഇത്ര ആടിനാർത്തു, ഇത്ര മാടിനാർത്തു. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഞങ്ങൾ കുടുംബത്തിൽ, ഞങ്ങൾ ജ്യേഷ്ഠനാനിയന്മാർ അല്ലെങ്കിൽ ഞങ്ങൾ ആങ്ങള പെങ്ങളുമാര്, ഞങ്ങൾ ഇങ്ങനെ വർഷങ്ങളായിട്ട് ഇത്ര ഉരുവിനെ അറുത്തു കൊടുക്കുന്നവരാണ്. ഇങ്ങനെ ഭൗതികതയെ അല്ലെങ്കിൽ അതിന്റെ ആത്മീയമായ തലത്തിന് ഒട്ടും പ്രാധാന്യം കൊടുക്കാതെ ഗർവിന്റെ തലത്തിനും പൊങ്ങച്ചത്തിന്റെ തലത്തിനും കിബറിന്റെ തലത്തിനും ഒക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്നവരാ. ഖുർആൻ ഈ ആയത്ത് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചപ്പോൾ അല്ലാഹു പറഞ്ഞു, വബശ്ശിരിൽ മുഖ്ബിതീൻ, എളിമ കാണിക്കുന്ന, താഴ്മ കാണിക്കുന്ന, വിനയം കാണിക്കുന്ന ആളുകൾക്ക് പ്രവാചകരെ അങ്ങ് സന്തോഷ വാർത്ത അറിയിക്കുക. അപ്പൊ
ശരിക്കും അള്ളാഹുവിന് കീഴ്പ്പെടാൻ വേണ്ടിയുള്ള മഹത്തായ ഒരു കർമ്മമാണ് ബലി എന്ന് മനസ്സിലാക്കിയിട്ട് ആ കീഴൊതുങ്ങി വരുന്ന, വിനയപ്പെട്ടു വരുന്ന, എളിമപ്പെട്ടു വരുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ മാറി ജീവിതത്തെ അള്ളാഹുവിന് വേണ്ടി കഴിവിന്റെ പരമാവധി സമർപ്പിച്ച് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആരാണ് അവർ? അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജലത് ഖുലൂബുഹും. അള്ളാഹ് പറയാണ്, ആരാണ് ആ വിനയമുള്ള ആളുകൾ എന്നറിയോ? അവരുടെ ലക്ഷണം ഞാനൊന്ന് പറഞ്ഞുതരാം. അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജലത് ഖുലൂബുഹും. അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ ഹൃദയങ്ങൾക്ക് ഭയം അനുഭവപ്പെടുന്നവരാണവർ. അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ ഹൃദയങ്ങൾ പേടിക്കുന്നവരാണവർ. അള്ളാഹ് എന്ന് പറയുന്ന ആ മഹാ ഇലാഹുക്കും ഇലാഹും വാഹിദ് എന്ന് പറഞ്ഞ നമ്മുടെ ആരാധ്യനായ അള്ളാഹുവിനെ കുറിച്ച് നമ്മളോട് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന പ്രകമ്പനമാണ്, നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന ഭയമാണ്, നമ്മുടെ ഹൃദയം അനുഭവപ്പെടുന്ന ഒരു നടുക്കമാണ്. പ്രിയപ്പെട്ടവരെ, ആ വിനയാന്വിതരായിട്ടുള്ള ആളുകളുടെ ഒന്നാമത്തെ ലക്ഷണം അതാണ്. മാറിക്കഴിയുമ്പോഴാണ് ഗർവ് വരുന്നത്. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യേണ്ട ബലി, അള്ളാഹുടെ തൃപ്തിക്ക് വേണ്ടി ചെയ്യേണ്ട ബലി, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്യേണ്ട ബലി, നമ്മളതങ്ങനെ വഴി മാറിക്കഴിയുമ്പോഴാണ് നമുക്ക് ഗർവവും, നമുക്ക് അഹങ്കാരവും, നമുക്ക് പൊങ്ങച്ചവും, നമുക്ക് അതിന്റെ ഭൗതികമായ തലങ്ങൾക്ക് വലിയ പ്രാധാന്യവും ഒക്കെയായി മാറുന്നത്. അവിടെ നിന്ന് നമ്മൾ ആത്മീയമായ തലത്തിലേക്ക് വരണം. അവിടെ നിന്ന് നമ്മൾ അതിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക്, തിരിച്ചറിവിലേക്ക് നമുക്ക് ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ആ തലത്തിലേക്ക് വരാൻ കഴിയണം. അപ്പോൾ അള്ളാഹുവിന് വേണ്ടി ഞാൻ ചെയ്ത ഈ കർമ്മം കേവലം ഒരു ബലി, ഒരു മൃഗത്തെയാണ് ഞാൻ ബലിയർത്തതെങ്കിലും ഞാനതിലൂടെ പ്രഖ്യാപിക്കുന്നത്, ഞാനതിലൂടെ ഉദ്ഘോഷിക്കുന്നത്, ഞാനതിലൂടെ ഉറക്കെ പ്രഖ്യാപിക്കുന്നത്, അള്ളാഹുവേ നിന്റെ കൽപ്പനയ്ക്കെതിരായി കൊണ്ട് ഞാൻ ഒരിക്കലും മുന്നോട്ട് പോകൂല. ഞാൻ എപ്പോഴും നിനക്ക് കീഴൊതുങ്ങിയവനായിരിക്കും, ഞാൻ എപ്പോഴും നിനക്ക് കീഴ്പ്പെട്ടവനായിരിക്കും, ഞാൻ എപ്പോഴും നിനക്ക് സമർപ്പിതനായിരിക്കും, ഞാൻ ഏത് സന്ദർഭത്തിലും നിനക്ക് മുസ്ലിമായിട്ട് ഞാൻ ഏതൊരു കർമ്മവും ചെയ്യുകയുള്ളൂ എന്ന വലിയ ആ ഒരു ഓർമ്മ, ഹൃദയ നടുക്കം അനുഭവപ്പെടുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ഒരു ഓർമ്മ നമ്മളിൽ ഏറ്റവും കൂടുതൽ വളർത്താൻ ഉപയുക്തമാകുന്ന ഒരു അമലായിട്ടാണ് ഇസ്ലാം ബലികർമ്മത്തെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് രണ്ടാമത് വിശുദ്ധ ഖുർആൻ ആ ലക്ഷണം പറഞ്ഞു കേട്ടോ, വസ്വാബിരീന അലാ അസ്വാബഹും. ജീവിതത്തിന്റെ വഴിയാത്രകളിൽ പലതും, കയറ്റ ഇറക്കങ്ങളിൽ അവർ അനുഭവിക്കേണ്ടി വരുന്ന പല മുസീബത്തുകളുമുണ്ട്, പല വിധത്തിലുമുള്ള പരീക്ഷണങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, ദുരന്തങ്ങളുണ്ട്. വളരെ ക്ഷമ കൈക്കൊള്ളുന്നവരായി ക്ഷമയെ പഠിപ്പിക്കുകയാണ് ഉദഹിയത്തിലൂടെ. ഒരു മൃഗത്തെ നമ്മൾ ഇങ്ങനെ മറിച്ചിട്ടിട്ട്, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ അവിടെ നിന്ന് കിട്ടിയ പുത്രനെ ബലിയർപ്പിക്കുമ്പോൾ അദ്ദേഹം കൈക്കൊണ്ട ക്ഷമയുടെ എത്ര ഉന്നതമായ ഒരു പദവിയിലാണോ, ആ പദവിയിൽ കൊട്ടും താഴേക്ക് പോരാതെ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ്വാബിരീൻ എന്ന് പറഞ്ഞ ആ പൊന്നോമന മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമ എത്രയോ ഉന്നതമായ ക്ഷമയിലാണോ ആ പരീക്ഷണങ്ങളെ തരണം ചെയ്തത്. ഇതുപോലെ ഒരു വിശ്വാസി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ ക്ഷമ കൈക്കൊള്ളാൻ നമ്മളെ പ്രാപ്തമാക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ബലികർമ്മത്തിലൂടെ ഇസ്ലാം ആവശ്യപ്പെടുന്നത്. അങ്ങനെ വളരണം നമ്മൾ, അങ്ങനെ പാകപ്പെടണം, നമ്മൾ പരുവപ്പെടണം. ജീവിതത്തിന്റെ കയറ്റ ഇറക്കങ്ങളിൽ ഏതെങ്കിലും നമ്മുടെയൊക്കെ സന്താനങ്ങൾക്ക് ഇപ്പൊ ഇസ്മായിൽ നബി 8 9 അല്ലെങ്കിൽ കൂടി വന്നാൽ ഒരു 8-ന്റെയും 13-ന്റെയും ഇടയിൽ എന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളിൽ കാണാവുന്ന ഒരു ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ക്ഷമ എന്റെയും നിങ്ങളുടെയും വീടുകളിൽ ഞാനും നിങ്ങളും വളർത്തുന്ന മക്കൾക്കുണ്ടോ? ആലോചിക്കണമല്ലോ. നമ്മൾ മാതാപിതാക്കളാകുന്ന നമ്മൾ മക്കളോട് സംസാരിച്ചാൽ മക്കൾ അവരുടെ സംസാരത്തിന്റെ ശൈലിയും അതിന്റെ സംസാരത്തിന്റെ ആദരവും ബഹുമാനവും ക്ഷമയും ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നഷ്ടപ്പെട്ടു പോകരുത്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് ജീവിതത്തിന്റെ മുന്നിൽ എന്തെങ്കിലും ഒരു തടസ്സമോ പ്രതിബദ്ധമോ വരുമ്പോഴേക്കും അവരാലോചിക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമായ കാലാകാലം നരകത്തിലേക്ക് പോകുന്ന ആത്മഹത്യയെ കുറിച്ച് പോലും ചിന്തിക്കുന്ന മുസ്ലിം കുടുംബങ്ങളിൽ നമ്മുടെ മക്കൾ വളർന്നു വരാൻ പാടില്ല. അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ വളരരുത്. ഇത് രണ്ടുപേരും പരസ്പരം ചേർത്ത്, ഒരു കുടുംബം പരസ്പരം ചേർന്ന് എന്ന് പറയേണ്ടതാണ്. നമ്മൾ അറുക്കുന്ന ബലിയുണ്ടല്ലോ, ആ ബലികർമ്മത്തിലൂടെ നമ്മൾ ആർജിക്കേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി, ഏറ്റവും വലിയ ഒരു ഭാഗം ജീവിതത്തിൽ നമുക്ക് ക്ഷമ കൈക്കൊള്ളാൻ സാധിക്കണം എന്നതാണ്.
അത് ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ഖുർആൻ ആയത്ത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറഞ്ഞു വൽ മുഖീമിസ് സ്വലാ, നമസ്കാരം നിലനിർത്തണം. ഒരു മനുഷ്യനെ പാകപ്പെടുത്തുന്നതിലും ചിട്ടപ്പെടുത്തുന്നതിലും അവനെ കൃത്യമായി അച്ചടക്കം പാലിപ്പിക്കുന്നതിലും അവന്റെ സമയനിഷ്ഠ പാലിക്കുന്നതിലും ഒക്കെ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായ നമസ്കാര കർമ്മം, അത് ആ വിനയാന്വിതരായ എളിമയുള്ള താഴ്മയുള്ള ആ ബലിമൃഗത്തെ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഏകനായ നാഥന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അറുക്കുന്ന ഓരോ ആളുകളുടെയും ജീവിതത്തിന്റെ ഭാഗമായി നിലനിൽക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഉദ്ഹിയ്യത്തിന് സജീവമായിട്ട് പള്ളിയിലും പള്ളിയുടെ മദ്രസയിലും ചുറ്റുഭാഗത്തും അങ്ങനെ നടക്കുന്ന എത്ര ആളുകൾക്ക് നമസ്കാരം ഇല്ലാത്തവരുണ്ട്. എത്രയോ പേര് നമസ്കാരത്തിന്റെ വിഷയത്തിൽ അലംഭാവം കാണിക്കുന്നു. അവർ ഒരു പക്ഷേ 1, 2, 3 ഒക്കെ ഷെയറുകൾ അവർ ഈ ഉദ്ഹിയ്യത്തിന് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്നവരും ഉണ്ടായിരിക്കാം. ഒരിക്കലും അള്ളാഹുവിന്റെ ദീനിന്റെ ഉദ്ഹിയ്യത്തല്ലട്ടത്. അല്ലാഹു തആല അവൻ പഠിപ്പിച്ച അവന്റെ വേദഗ്രന്ഥത്തിന്റെ ഉദ്ഹിയ്യത്തിൽ അവൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രഥമമായ ക്വാളിറ്റിയിൽ ഒന്ന് നമസ്കാരമാണ്. ആ നമസ്കാരം അവൻ നിലനിർത്തിയേ പറ്റൂ. വമിമ്മാ റസഖ്നാഹും യൻഫിഖൂൻ, അവർക്ക് നാം നൽകിയതിൽ നിന്ന് അവർ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. പേരിനും പൊങ്ങച്ചത്തിനും വേണ്ടിയല്ല ഉദ്ഹിയ്യത്ത്, പേരിനും പൊങ്ങച്ചത്തിനും വേണ്ടിയല്ല ബലികർമ്മം. അവർ അവരുടെ അയൽപക്കത്തുള്ള അയൽവാസിയായവന്റെ പട്ടിണി തിരിച്ചറിഞ്ഞ് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അവൻ തന്നോടൊപ്പം നിൽക്കുന്നവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് സഹായിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ആ സഹായം അവരിൽ നിന്ന് എപ്പോഴും അനുഭവിക്കുന്നതോടൊപ്പം അവൻ അതിമഹത്തായ ഒരു പ്രതീകാത്മകമായി വലിയ ഒരു പ്രതിജ്ഞയുടെ ഭാഗമായി അവൻ പ്രഖ്യാപിക്കുന്ന ബലികർമ്മത്തിലും അവൻ അവന്റെ ഓഹരി കൊടുത്തിരിക്കുന്നു. അവൻ അവന്റെ ചാരത്ത് കിടക്കുന്ന, അവൻ അവനോട് ചേർന്ന് നിൽക്കുന്ന, അവന്റെ കുടുംബമായി നിൽക്കുന്ന, അവന്റെ സുഹൃത്തായി നിൽക്കുന്ന ബാക്കിയുള്ളവർക്ക് വേണ്ടിയും അവൻ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നവനാണ് എന്ന് പറയുന്ന വിശേഷണങ്ങളാണ് പ്രിയപ്പെട്ടവരെ വബശ്ശിരിൽ മുഖ്ബിത്തീൻ, വിനയാന്വിതരായ എളിമയുള്ള താഴ്മയുള്ളവരായിട്ടുള്ള ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് 22-ാമത്തെ അധ്യായം സൂറ അൽ ഹജ്ജിലെ 34-ാമത്തെയും 35-ാമത്തെയും വചനത്തിലൂടെ പറഞ്ഞിട്ട് അവരുടെ ലക്ഷണം പറഞ്ഞുകൊണ്ട് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് വളരെ കൃത്യമായി പഠിച്ചുകൊണ്ട് നമുക്ക് ഓരോ വർഷവും നമ്മളൊരു അമല് ചെയ്യുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മളൊരു ഉമ്മത്താണ്. അള്ളാഹുവിന്റെ സഹായത്തിന് അർഹത നേടേണ്ട, അള്ളാഹുവിന്റെ കാരുണ്യത്തിന് അർഹത നേടേണ്ട, അള്ളാഹുവിന്റെ വിപത്തുകൾ നമ്മുടെ മേൽ പതിക്കാതെ അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കേണ്ട ഒരു ഉമ്മത്താണ് നമ്മൾ. എങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും ഓരോ വർഷം കഴിയുമ്പോഴും അതിന് നവീനത്വം കൂടണം, അതിന് ഈമാനികമായ പുതുമയുണ്ടാകണം, അതുപോലെ തന്നെ ദൃഢതയുണ്ടാകണം. അത് ഏറ്റവും നല്ല ഒരു പ്രഖ്യാപനമായിട്ട്, ഒരു പ്രതിജ്ഞ പുതുക്കലായിട്ട് ആ അമലുകൾ മാറുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സൊരുക്കി നമുക്ക് ആ അമൽ ചെയ്യാൻ കഴിയണം. സർവാധിനാഥനായ റബ്ബ് കാര്യങ്ങളെ അതിൻ്റെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതിനനുസൃതമായി കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം പൂർണ്ണമായും ലഭ്യമാകുന്ന രൂപത്തിൽ ആ അമൽ ചെയ്യാനുള്ള മഹാസൗഭാഗ്യം നൽകി അള്ളാഹു നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണം. الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. اللهم صل وسلم على نبينا محمد وعلى آله وصحبه وسلم. أما بعد اتقوا الله عباد الله. സ്നേഹാദരവുകൾ നിറഞ്ഞവരെ, സഹോദരങ്ങളെ സഹോദരിമാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകളും അവൻ്റെ നിർദ്ദേശങ്ങളും ശരിയാവണ്ണം പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കികളായി ജീവിതത്തിലുടനീളം എല്ലാ കർമ്മങ്ങളിലും തഖ്വ എന്ന് പറയുന്ന ആ ഒരു വൈകാരികമായ തലത്തിലേക്ക് നമ്മൾ ഉയരുന്ന വിധത്തിൽ യഥാർത്ഥ മുത്തക്കികളായി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി യഥാർത്ഥ മുസൽമാന്മാരായി നമ്മുടെ ഓരോരുത്തരുടെയും മരണത്തെ കണ്ടുമുട്ടാനുള്ള പരിശ്രമമായിരിക്കണം എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്. മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു, മാ അമില ഇബ്നു ആദമ യൗമുന്നഹർ, ബലി ദിവസം അഥവാ ദുൽഹിജ്ജ 10 മുതൽ 13 വരെയുള്ള ദിവസങ്ങൾ നമുക്കറിയാം. അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങൾ ഉൾപ്പെടെയുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ബലിപെരുന്നാളിന്റെ അന്ന് നമ്മൾ മുസല്ലയിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം ചെയ്യലാണ്. അതാണ് യൗമുൻ നഹർ എന്ന് പറയുന്ന ദിവസം, ബലി അർക്കുന്ന ദിവസം. ഹാജിമാരായിട്ടുള്ള ആളുകൾ ബലി അർക്കുന്ന ദിവസമാണ്. ആ അറഫയുടെ പിറ്റേ ദിവസം, ആ ബലി ദിവസം
ആദമിന്റെ സന്താനങ്ങൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനം അതിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അഹബ്ബ ഇലല്ലാഹി മിൻ ഇഹ്റാഖി അദ്ദം, അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് രക്തം ചിന്തുക എന്നതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. അള്ളാഹുവിന്റെ ഏകത്വത്തെ പ്രഖ്യാപിച്ചുകൊണ്ട്, ഏകനായ റബ്ബിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ കൽപ്പനയെ ശിരസ വഹിച്ചുകൊണ്ട്, പ്രതീകാത്മകമായി അഥവാ പ്രത്യക്ഷത്തിൽ ഒരു മൃഗത്തെ നമ്മൾ ബലി അർപ്പിക്കുന്നതിലൂടെ അള്ളാഹുവെ നീയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയവൻ, നിന്റെ കൽപ്പനകൾക്ക് മുന്നിൽ ഈ ഭൗതികമായ ജീവിതത്തിന്റെ ഒന്നും ഞങ്ങൾക്ക് തടസ്സമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ രക്തം ചിന്തുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വഇന്നഹു ലയുഅ്താ യൗമൽ ഖിയാമ, നാളെ പാരത്രിക ലോകത്ത് ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ആ ചിന്തപ്പെട്ട രക്തം അത് കൊണ്ടുവരപ്പെടും. ബിഖുറൂനിഹ, ആ ചിന്തിയ ആ ഉരുവിന്റെ കൊമ്പുകൾ വരപ്പെടും. അതുപോലെ തന്നെ അതിന്റെ രോമങ്ങൾ വരപ്പെടും. അതുപോലെ തന്നെ അതിന്റെ കുളമ്പുകൾ വരപ്പെടും. എല്ലാം ആരാണോ അള്ളാഹുവിന് വേണ്ടി അവന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അവൻ ഇച്ഛിച്ചതുപോലെയും അവൻ ആഗ്രഹിച്ചതുപോലെയും അവൻ കൽപ്പിച്ചതുപോലെയും ആ കർമ്മം ആരാണോ ചെയ്യുന്നത്, ആ ഭൂമിയിലേക്ക് ആ മൃഗത്തിന്റെ രക്തം ഇറ്റു വീഴുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ അരികിൽ അവന്റെ സ്ഥാനം അള്ളാഹു തആല ഉയർത്തി വെച്ചിട്ടല്ലാതെ ഒരാളും ഒരു ബലികർമ്മവും നിർവഹിക്കുന്നില്ല. നമ്മൾ അത് നിർവഹിക്കുമ്പോൾ അതിന്റെ ഒരു തുള്ളി രക്തം ഈ ഭൂമിയിലേക്ക് ഇറ്റു വീഴുന്നതിന് മുമ്പ് അവന്റെ മനസ്സിന്റെ നിയ്യത്ത് അത്ര നിഷ്കളങ്കമാണെങ്കിൽ, അത്ര ആത്മാർത്ഥമാണെങ്കിൽ, അത്ര വലിയൊരു പ്രതിജ്ഞയെ അവൻ പുതുക്കിയിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ അവന്റെ സ്ഥാനം അല്ലാഹു തആല ഉയർത്തി വെച്ചിട്ടല്ലാതെ അവൻ ആ കർമ്മം ചെയ്യുന്നില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഫതീബു ബിഹാ നഫ്സൻ, അതുകൊണ്ട് ഉദ്ദേശശുദ്ധി നിങ്ങൾ ഏറ്റവും നന്നാക്കിക്കൊള്ളുകയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിയ്യത്ത് നന്നാക്കിക്കൊള്ളൂ. നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടിയും ഉറച്ച പ്രതിജ്ഞയോടുകൂടിയും അതിന്റെ ചൈതന്യം ചോർന്നു പോകാതെ നിങ്ങൾ ആ കർമ്മം ചെയ്തോ. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഓരോ തുള്ളി രക്തവും നിങ്ങൾക്ക് ഉയർന്ന ദർജയിലേക്ക് കൊണ്ടുവരപ്പെടാൻ കാരണമാകും. അതിന്റെ ശരീരത്തിലുള്ള ഓരോ രോമകൂപങ്ങളും തീർച്ചയായും നിങ്ങൾക്ക് പ്രതിഫലമാണ്. അതിന്റെ കുളമ്പുകൾ നിങ്ങൾക്ക് പ്രതിഫലമാണ്. അതിന്റെ കൊമ്പുകൾ നിങ്ങൾക്ക് പ്രതിഫലമാണ്. അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു വിഷയത്തെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അനുഷ്ഠിക്കുന്നത്. അത് എവിടെയെങ്കിലും ഒരു 7,500 രൂപ 8,500 രൂപ 10,000 രൂപ കൊടുത്ത് തീരുന്നതല്ല. അത് മനസ്സുകൊണ്ട് ആ നിയ്യത്ത് ഒരുക്കി അതിൽ നമ്മൾ പൂർണ്ണമായിട്ട് വലിയ ഒരു ത്യാഗത്തിൻ്റെയും വലിയ ഒരു പ്രഖ്യാപനത്തിൻ്റെയും വലിയൊരു പ്രതിജ്ഞയുടെയും ഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ കർമ്മം ചെയ്യാൻ തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ ശരിയാകും വിധം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനനുസൃതമായി നിഷ്കളങ്കമായ നെയ്യത്തോടു കൂടി കർമ്മങ്ങൾ ചെയ്യാനും അല്ലാഹു തആല നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമ്മൾക്ക് സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ വലുതും ചെറുതുമായ പാപങ്ങൾ അവൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ചില ആളുകളുടെ മരണമാണ് മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് അറിയപ്പെട്ടത്. കൊടുങ്ങല്ലൂര് അസർമാഷി എന്ന് പറയും, പശ്ചിമ കൊച്ചിയിലെ പഴയകാല നവോത്ഥാനത്തിന്റെ പണ്ഡിതന്മാരിൽ ഏറ്റവും അഗ്രഗണ്യനായിരുന്ന ചേക്കുണ്ണി ഹാജിയുടെ മകനാണ്. അദ്ദേഹം മരണപ്പെട്ട വിവരം 15-20 മിനിറ്റുകൾക്ക് മുമ്പ് വിളിച്ചു പറഞ്ഞു. അല്ലാഹു തആല പൂർണ്ണമായ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, അവന്റെ ദീനിനെ സ്നേഹിക്കുന്ന, അവന്റെ ദീനാണ് വലുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും അതിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യേണ്ടത്, നിർവഹിക്കേണ്ടത്, അങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ഗൗരവത്തോടു കൂടി ഉൾക്കൊള്ളുന്ന എല്ലാവർക്കും അല്ലാഹു തആല എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് അല്ലാഹു തആല കബൂൾ ചെയ്യുമാറാകട്ടെ. നമ്മൾ അനുഷ്ഠിക്കുന്ന എല്ലാ കർമ്മങ്ങളും നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലും വരാനിരിക്കുന്ന ജീവിതത്തിലും മനുഷ്യ സഹജമായി സംഭവിച്ചു പോകാൻ സാധ്യതയുള്ള മുഴുവൻ പാപങ്ങളും മായ്ക്കപ്പെടാനുള്ള കാരണമായി അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അവൻ മായ്ച്ച് പൂർണ്ണമായ അർത്ഥത്തിൽ അവൻ നമ്മയും നമ്മുടെ സന്താന തലമുറകളെയും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും എല്ലാം അവന്റെ അനുഗ്രഹീതമായ ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ ഒരുമിച്ച് കൂട്ടി നമ്മളോട് അവൻ ഏറ്റവും വലിയ സ്നേഹവും അവന്റെ കാരുണ്യവും നമ്മളിൽ വർഷിക്കുമാറാകട്ടെ.
കത്തിയാർന്ന നരകാഗ്നിയാണ് ഏറ്റവും വലിയ ശിക്ഷ, അവന്റെ ഏറ്റവും വലിയ കോപാഗ്നി. ആ അഗ്നിയിൽ നിന്ന് അല്ലാഹു തആല നമ്മയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാ ഓരോരുത്തരെയും കാത്ത് സംരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم إنا نتوكل على كل حالنا وعلى كل أمورنا لا حول ولا قوة إلا بالله عليك توكلنا وإليك ننيب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. نجنا مما نخاف ونحذر. رب ارحمهما كما ربونا صغارا. ربنا زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. ربنا تقبل دعاءنا وعبادنا منا انك انت السميع العليم. ربنا واجعلنا مسلمين لك ومن ذريتنا امه مسلمه لك وارنا مناسكنا وتب علينا انك انت التواب الرحيم. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار.